ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റീവ് ഹെൽപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 9A സംഘങ്ങൾ എന്താണ്, അവരുടെ പേര് പ്രസിദ്ധപ്പെടുത്തണം എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അതായത് പബ്ലിക്കേഷൻ ഓഫ് നെയിം ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. സംഘങ്ങൾ, സഹകരണ സംഘങ്ങളുടെ പേര് പ്രസിദ്ധപ്പെടുത്തണം, പബ്ലിഷ് ചെയ്യണം, അല്ലെ? പബ്ലിക്കേഷൻ ഓഫ് നെയിം ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് പഠിക്കാൻ പോകുന്ന സെക്ഷൻ നമുക്ക് മനസ്സിലാക്കണം. സെക്ഷൻ 9A കേട്ടോ. സെക്ഷൻ 9A ഓർത്ത് വെച്ചേക്കുക. സെക്ഷൻ 9 പറഞ്ഞ എന്തായിരുന്നു? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു ബി എ ബോഡി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞു. ഇവിടെ പഠിക്കാൻ പോകുന്നത് പബ്ലിക്കേഷൻ ഓഫ് നെയിം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. പറയുന്നുണ്ട് സെക്ഷൻ 9A പറയുന്നത് എന്താണ്? പബ്ലിക്കേഷൻ ഓഫ് നെയിം ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ് പറയുന്നത്? എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ paint or affix its name, a register number and the address of its registered office and keep the same painted or affixed in conspicuous position in letters easily legible to members in vernacular language and in English language on the outside of every office or place in which its business is carried on. ഇപ്പൊ എന്താണ് പറയുന്നത്? എല്ലാ സഹകരണ സംഘങ്ങളും, എവറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്, എല്ലാ സഹകരണ സംഘങ്ങളും എന്ത് ചെയ്യണം? അവയുടെ പേര്, അല്ലെ, ഷാൾ അഫിക്സ് ഓർ അഫിക്സ്, ഷാൾ പെയിന്റ് ഓർ അഫിക്സ് ഇറ്റ്സ് നെയിം, അവയുടെ പേര്, അതോടൊപ്പം തന്നെ എന്താണ്, രജിസ്റ്റർ നമ്പർ, പിന്നെന്താണ് പറയുക, അഡ്രസ് ഓഫ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ്, അതായത് ഹെഡ് ഓഫീസ്, അല്ലെ, അഡ്രസ് ഓഫ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് ആൻഡ് കീപ് ദ സെയിം പെയിന്റഡ് ഓർ അഫിക്സഡ് ഇൻ കോൺസ്പീഷ്യസ് പൊസിഷൻ. എല്ലാ സഹകരണ സംഘങ്ങളും അവയുടെ പേര്, രജിസ്റ്റർ നമ്പർ, രജിസ്റ്റർ ചെയ്ത ഓഫീസ്, വിലാസം എന്നിവ അംഗങ്ങൾക്ക്, അതായത് മെമ്പേഴ്സിന് എന്ത് ചെയ്യണം? എളുപ്പത്തിൽ വായിക്കാവുന്ന വിധം പ്രാദേശിക ഭാഷയിലും, ഓക്കെ, അതാണ് പറയുന്നത് വെർണാക്കുലർ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷയിലും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഭാഷയിലും തയ്യാറാക്കി പ്രത്യക്ഷമായ സ്ഥലത്ത്, അല്ലെ, പ്രത്യക്ഷമായ സ്ഥലത്ത് പ്രവർത്തനം നടക്കുന്ന എല്ലാ ഓഫീസ് പരിസരത്തും സ്ഥാപിക്കേണ്ടതാണ്. ഇതാണ് ഇതിന്റെ എന്താണ് പറയുക, നിയമത്തിൽ പറയുന്നത്. ഒന്നുമില്ലടെ എല്ലാ സഹകരണ സംഘങ്ങളുടെ ഫ്രണ്ടിൽ എന്ത് കാണും? സംഘത്തിന്റെ പേരുണ്ടായിരിക്കണം, അല്ലെ, പ്രാദേശിക ഭാഷയിലും അതോടൊപ്പം നമ്മുടെ കൂടെ എന്താണ് മലയാളത്തിലും പിന്നെ ഇംഗ്ലീഷിലും കാണുന്നത്. നിങ്ങൾ നോക്കി, നിങ്ങൾ ഏതൊരു സഹകരണ സംഘത്തിന്റെ ഫ്രണ്ടിൽ പോയാലും ഇപ്പം ഹെഡ് ഓഫീസിൽ പോവാണെങ്കിൽ ഹെഡ് ഓഫീസിന്റെ പേരും ബ്രാഞ്ചസിന്റെ പേരും കാണും, അല്ലെ, സൈഡിൽ കാണുമായിരിക്കും. അതോടൊപ്പം നമ്മൾ ഏതൊരു ബ്രാഞ്ചിൽ പോയി, ഒരു സഹകരണ സംഘത്തിന്റെ ബ്രാഞ്ച് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ബ്രാഞ്ചിന്റെ പേര്, അല്ലെ, ഇന്ന ബാങ്കിന്റെ പേര്, ബ്രാഞ്ച്, ഹെഡ് ഓഫീസ്, ഇത്ര അഡ്രസ്സ് കാണാൻ പറ്റും. എല്ലാ സഹകരണ സംഘങ്ങളും അവരുടെ ബിസിനസ് നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം നടത്തുന്ന ഓഫീസിന് മുൻപാകെ എന്ത് ചെയ്യണം? അവരുടെ പേര് എല്ലാവർക്കും, എല്ലാ അംഗങ്ങൾക്കും വായിക്കാവുന്ന രീതിയിൽ. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, അവിടെ പ്രാദേശിക ഭാഷയിലും വേണം, അതോടൊപ്പം തന്നെ എന്താണ്, ഇംഗ്ലീഷ് ഭാഷയിലും വേണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഇത് നിങ്ങളോട് ഇതിന്റെ ഉള്ളിലെ കാര്യങ്ങളല്ല ചോദിച്ചിട്ടുള്ളതാണ്. പബ്ലിക്കേഷൻ ഓഫ് നെയിം ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡീൽസ് ഇൻ സെക്ഷൻ. ഇപ്പൊ ഏതാണ്? സെക്ഷൻ 9A ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഏത് സെക്ഷൻ പ്രകാരമാണ് സഹകരണ സംഘങ്ങൾ അവരുടെ പേര് എന്ത് ചെയ്യേണ്ടത്? പ്രസിദ്ധപ്പെടുത്തേണ്ടത്, അല്ലെ പബ്ലിഷ് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. ഒന്നുകൂടെ ഓർത്ത് വെച്ച്, എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ പെയിന്റ് ഓർ അഫിക്സ് ഇറ്റ്സ് നെയിം, രജിസ്റ്റർ നമ്പർ ആൻഡ് ദ അഡ്രസ് ഓഫ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് ആൻഡ് കീപ് ദ സെയിം പെയിന്റഡ് ഓർ അഫിക്സഡ്. നിങ്ങൾ പെയിന്റ് ചെയ്ത് എന്താ പറയുക, നമുക്ക് പെയിന്റ് കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ എഴുതിയാണ് മക്കളെന്ന് ഓർത്ത് വെച്ചേക്കുക, അല്ലെ, ഇൻ കോൺസ്പീഷ്യസ് പൊസിഷൻ ഇൻ ലെറ്റേഴ്സ് ഈസിലി എലിജിബിൾ ടു മെമ്പേഴ്സ്. അതായത് അംഗങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ പൊതു സ്ഥലത്ത് വെച്ചിരിക്കണം, വായിക്കാൻ പറ്റുന്ന രീതിയിൽ വായിക്കാൻ പറ്റുന്ന സ്ഥലത്ത് വെച്ചിരിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. പ്രാദേശിക ഭാഷയിലും അതോടൊപ്പം തന്നെ എന്താണ്, ഇംഗ്ലീഷ് ഭാഷയിലും നമ്മളത് എഴുതിയിരിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറഞ്ഞിട്ട് ഷാൾ ഹാവ് ഇറ്റ്സ് നെയിം എൻഗ്രേവ്ഡ് ഇൻ ലെജിബിൾ ക്യാരക്ടേഴ്സ് ഓൺ ഇറ്റ് സീൽ വിത്ത് കോമൺ എംബ്ലം എന്ന് പറഞ്ഞിട്ട്, അല്ലെ, സംഘത്തിന്റെ സീൽ അല്ലെങ്കിൽ മുദ്രയിൽ പറഞ്ഞിട്ട് സംഘം മുദ്രയിൽ സംഘത്തിന്റെ പേര് വ്യക്തമാകും വിധം പൊതുമുദ്രയ്ക്കൊപ്പം കുത്തി വെക്കേണ്ടതാണ്. ഇതാണ് മലയാളത്തിൽ പറയുന്നത്. ഒന്നുമില്ല, സീലിൽ പേരും വേണം, അതോടെ എംബ്ലവും വേണം. ഏതൊരു സംഘത്തിനും അവരുടേതായിട്ടുള്ള സീലുണ്ട്. ആ സീലിൽ എന്താണ്, സംഘത്തിന്റെ പേരും കാണും, എംബ്ലം, എല്ലാ സംഘത്തിനും ഒരു എംബ്ലം കാണും. ആ എംബ്ലവും ഉൾപ്പെടുത്തിയിരിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. എവിടെ? സീലിൽ കേട്ടോ. ഓക്കെ. പിന്നെ പറയുന്നുണ്ട് shall have its name and address of its registered office mentioned in legible character in all its business letters, in all its billhead, letter paper and in all its notices and other official publications, and also have its name so mentioned in all bill of exchange, hundis, PN, promissory note, endorsement, check and orders for money or goods
purporting for എന്താ പറയുക to be signed by or on behalf of the cooperative society and in all bill of parcel, invoice, receipt and letters of credit of the cooperative society. ഒന്നുമില്ല, സംഘവുമായി ബന്ധപ്പെട്ട എല്ലാ അവരുടെ വൗച്ചറുകളിലും അവരുടെ ചെക്കുകളിലും അതുപോലെ തന്നെ അവരുടെ എല്ലാ ബില്ലുകളിലും എന്തിലും നോട്ടീസിലും എല്ലായിടത്തും എന്ത് ചെയ്യണം, സംഘത്തിന്റെ പേരും അതുപോലെ തന്നെ സംഘത്തിന്റെ വിലാസം ഹെഡ് ഓഫീസിന്റെ അഡ്രസ്സും വേണമെന്ന് ഓർത്ത് വെച്ചേക്കുക. അതൊന്ന് മനസ്സിലാക്കി കേട്ടോ. സംഘം ലെറ്റർ പാടുകൾ, സംഘത്തെ എല്ലാ ലെറ്റർ പാടില്ലേ കൊടുക്കുക, അതിൽ സംഘത്തിന്റെ പേര്, ബ്രാഞ്ചുകളുടെ പേര്, അതോടൊപ്പം തന്നെ സീലെല്ലാം വേണമെന്ന് പറഞ്ഞില്ല. എനിക്ക് സംഘം ലെറ്റർ പാടുകൾ, ബില്ലുകൾ അല്ലെ, ബില്ലുകളിൽ പിന്നെന്താണ് നോട്ടീസുകളിൽ, മറ്റ് എന്താണ് ഔദ്യോഗിക ആൻഡ് അതർ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മറ്റ് ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾ എന്നിവയിലെല്ലാം തന്നെ സംഘത്തിന്റെ പേര്, രജിസ്റ്റർ ചെയ്ത മേൽവിലാസം എന്നിവ സുവ്യക്തമായ അക്ഷരങ്ങളിൽ വായിക്കാൻ പറ്റുന്ന രീതിയിൽ, അതാണ് സുവ്യക്തമായ അക്ഷരങ്ങളിൽ ചേർക്കേണ്ടതും. ബിൽ ഓഫ് എക്സ്ചേഞ്ച്, PN പ്രൊമിസറി നോട്ടുകൾ, ചെക്കുകൾ, ഹുണ്ടികൾ, എൻഡോഴ്സ്മെന്റുകൾ, മറ്റ് സംഘം സംബന്ധമായ രേഖകൾ, പാഴ്സൽ ബില്ലുകൾ, ഇൻവോയ്സ്, രസീതുകൾ, ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ് എന്നിവയെല്ലാം സംഘം പേര് വ്യക്തമായി ചേർക്കേണ്ടത്. ഒന്നുമില്ല, സംഘത്തിൽ നിന്ന് എന്ത് കിട്ടിയാലും അല്ലേ, ലെറ്റർ പാടുകളിലും ബില്ലുകളിലും വൗച്ചറുകളിലും എല്ലാത്തിലും എന്താണ് സംഘത്തിന്റെ പേരും അഡ്രസ്സും ഉണ്ടായിരിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഒന്നുമില്ല, നിങ്ങൾ ഇത്ര ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാ സംഘങ്ങളും അതിന്റെ പേര് എല്ലാവർക്കും വായിക്കാവുന്ന രീതിയിൽ എന്ത് ചെയ്തിരിക്കണം, പെയിന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ ചെയ്യണമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇവിടെ പ്രധാനപ്പെട്ടിട്ട് നിങ്ങൾ ഇതൊന്നും ഈ ഉള്ള കാര്യങ്ങളൊന്നുമല്ല പഠിക്കേണ്ടത്. ഏത് വകുപ്പ് പ്രകാരമാണെന്ന് ചോദിച്ചാൽ വകുപ്പ് 9A അല്ലെങ്കിൽ സെക്ഷൻ 9A ഇതാണ് പഠിക്കേണ്ടത് കേട്ടോ. ഇതായിരിക്കും നിങ്ങളോട് ഇവിടെ ചോദിച്ചേക്കുന്ന ഏക ചോദ്യം അത് തന്നെയാണ്. ഈ വകുപ്പിൽ നിന്ന് യോജിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏകയെന്ന് വെച്ചാൽ സഹകരണ സംഘങ്ങൾ അവരുടെ പേര്, പബ്ലിക്കേഷൻ ഓഫ് നെയിം, അത് ഏത് സെക്ഷൻ പ്രകാരമാണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കുക സെക്ഷൻ 9 ആണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. വകുപ്പ് 9 എന്ന് ഓർത്ത് വെച്ചേക്കുക. 9A, 9A എന്ന് ഓർത്ത് വെച്ചേക്കുക. വകുപ്പ് 9A കേട്ടോ, സെക്ഷൻ 9A എന്ന് ഓർത്ത് വെച്ചേക്കുക. അത് മാത്രം ഇവിടെ നിന്ന് പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. എങ്കിലും അറിഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒന്ന് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ക്ലാസ്സസ് ഒക്കെ കാണുക, സുഹൃത്തുക്കൾക്കൊക്കെ എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ എല്ലാ ദിവസവും ഓരോ സെക്ഷൻ വെച്ച് ഇങ്ങനെ ക്ലാസ്സസ് ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾക്കും വലിയ ബേർഡൻ ആവില്ല, ഓരോ ദിവസവും കണ്ട് പഠിച്ചങ്ങ് പോയാൽ മതി. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.